ടു മൈ ചാനൽ ലിയാസ് നമ്പർസ്കേപ്പ്. ബോഡ്മാസ് റൂളിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. ബോഡ്മാസ് റൂൾ എന്താണെന്നും എങ്ങനെയാണ് അതിൽ ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടെത്തേണ്ടതെന്നും വളരെ വിശദമായിട്ട് പാർട്ട് 1 പറയുന്നുണ്ട്. കാണാത്തവർ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വരണേ. ഇത് മതി ഏതൊരു ക്വസ്റ്റ്യന്റെ ആൻസർ വളരെ അനായാസം കണ്ടുപിടിക്കാം. സോ മൂവിങ് ടുവാർഡ്സ് ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 12 divided by 1/2 plus 35 divided by 7 of 40 plus 20 minus 15 of 10. ബോഡ്മാസ് റൂൾ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ബി ഫോർ ബ്രാക്കറ്റ്. സോ ബ്രാക്കറ്റ് വേണം സോൾവ് ചെയ്യാൻ. ഇവിടെ ബ്രാക്കറ്റിൽ ഏതാണ് കിടക്കുന്നത്? 35 ഡിവൈഡഡ് ബൈ 7 ഓഫ് 40. സോ ഫസ്റ്റ് ഈ ബ്രാക്കറ്റ് നമ്മൾ സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? യെസ്, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 35 ഡിവൈഡഡ് ബൈ 7 ഉണ്ട്. സോ ആദ്യം ആ ബ്രാക്കറ്റ് നമ്മൾ സോൾവ് ചെയ്യണം. 35 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് നമുക്ക് 5 എന്നറിയാം. സോ 5 ഓഫ് 40. 5 ഓഫ് 40 എന്താണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ഓഫ് 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 into 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 200 എന്ന് കിട്ടി. സോ ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 12 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് ബ്രാക്കറ്റ് നമ്മൾ സോൾവ് ചെയ്തു. ദാറ്റ് വാസ് 200 പ്ലസ് 20 മൈനസ് 15 ഓഫ് 10. ഇതിലേക്ക് ബോഡ്മാസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഓ ഫോർ ഓർഡർ ആണ് ഇവിടെ, അല്ലെങ്കിൽ ഓ ഫോർ ഓഫ് ആണ്. സോ 15 ഓഫ് 10 ഉണ്ട്. അപ്പോൾ അതിന് വേണം നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ. അതായത് 12 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 200 പ്ലസ് 20 മൈനസ് 15 ഇൻറ്റു 10 എന്ന് വരും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 into 10 150 ആണെന്നറിയാം. സോ നമ്മുടെ ഉത്തരം എന്ത് വരും? 12 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 200 പ്ലസ് 20 മൈനസ് 150 എന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ബോഡ്മാസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് എന്ത് വേണം? യെസ്, ഡിവിഷൻ നമ്മൾ പെർഫോം ചെയ്യണം. അതായത് 12 ഡിവൈഡഡ് ബൈ 1/2 ആണ് കിടക്കുന്നത്. അവിടെ എന്ത് ചെയ്യണം? 12 ഡിവൈഡഡ് ബൈ 1/2 എന്ന് പറയുന്നത് 12 ഇൻറ്റു 1/2ന്റെ റെസിപ്രോക്കൽ ആണ്. റാഷണൽ നമ്പേഴ്സിന്റെ ഡിവിഷന്റെ പ്രോപ്പർട്ടിയാണ്. 12 ഡിവൈഡഡ് ബൈ 1/2 എന്ന് തന്നു കഴിഞ്ഞാൽ 12നെ 1/2ന്റെ റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ എന്ത് വരും? 12 ഇൻറ്റു 2 പ്ലസ് 200 പ്ലസ് 20 മൈനസ് 150 എന്ന് വരും. ഈ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കണം. അതായത് 12 ഇൻറ്റു 2 മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പം 24 പ്ലസ് 200 പ്ലസ് 20 മൈനസ് 150 എന്ന് കിട്ടണം. സോ ഫൈനലി നമുക്കിവിടെ എന്ത് ചെയ്യണം? അഡിഷൻ ചെയ്യണം. അഡിഷൻ ചെയ്തതിന് ശേഷം സബ്ട്രാക്ഷൻ ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും? സോ 24 പ്ലസ് 200 പ്ലസ് 20 മൈനസ് 150 എന്ന് പറയുന്നത് 244 മൈനസ് 150. ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 94 എന്ന് ഉത്തരം കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 square the whole square divided by 25 square into 42 minus 6 divided by 6. ബോഡ്മാസ് റൂൾ പ്രകാരം നമ്മൾ ആദ്യം ബ്രാക്കറ്റ് വേണം സോൾവ് ചെയ്യാൻ. ഇവിടെ രണ്ട് ബ്രാക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തേത് 5 square the whole square divided by 25 സ്ക്വയറും അതേപോലെ തന്നെ 42 minus 6 divided by 6. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ രണ്ട് ബ്രാക്കറ്റും സോൾവ് ചെയ്യണം. ആദ്യത്തെ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 square the whole square ഡിവൈഡഡ് ബൈ 25 സ്ക്വയർ കാണും. ബോഡ്മാസ് റൂൾ പ്രകാരം നമ്മൾ ആദ്യം എന്ത് സോൾവ് ചെയ്യണം? ഓർഡർ വേണം സോൾവ് ചെയ്യാൻ. സോ 5 square the whole സ്ക്വയറും 25 സ്ക്വയറും വേണം സോൾവ് ചെയ്യാൻ. 5 square the whole square എന്ന് പറഞ്ഞാൽ എന്താ? ലോ ഓഫ് എക്സ്പോണൻസിൽ a raised to m the whole raised to n എന്ന് പറയുന്നത് a raised to m into n ആണ്. സോ 5 square the whole square എന്ന് പറയുന്നത് 5 raised to 2 into 2 which is equal to 5 raised to 4. Hence, ഈ ബ്രാക്കറ്റിനുള്ളിൽ 5 raised to 4 divided by 25 സ്ക്വയർ എന്ന് വരും. ഇത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിലോ 5 raised to 4 എന്ന് പറയുന്നത് 625 ആണ്. ദാറ്റ് ഡിവൈഡഡ് ബൈ 25 സ്ക്വയർ എന്ന് പറയുന്നത് 625 ആണ്. സോ 625 ഡിവൈഡഡ് ബൈ 625 is equal to 1 ആണ്. ഇനി നെക്സ്റ്റ് ബ്രാക്കറ്റ് 42 മൈനസ് 6 ഡിവൈഡഡ് ബൈ 6. ഇത് സോൾവ് ചെയ്യുമ്പോഴോ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ചെറിയൊരു റൗണ്ട് ബ്രാക്കറ്റും കൂടി ഉണ്ട്. അതായത് അവിടെ 42 മൈനസ് 6 ഉണ്ട്. അത് വേണം ആദ്യം സോൾവ് ചെയ്യാൻ. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 42 മൈനസ് 6 എന്ന് പറയുന്നത് 36 ആണ്. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 6. ഹെൻസ് 36 ഡിവൈഡഡ് ബൈ 6 നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് 6. സോ ടോട്ടൽ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ബ്രാക്കറ്റിന്റെ ഉത്തരം 1ഉം
ഇൻറ്റു സെക്കൻഡ് ബ്രാക്കറ്റിന്റെ ഉത്തരം 6 ആണ്. സോ 1 into 6 is equal to 6 is the answer. Next question. 5 into 1 by 4 divided by 3 by 7 plus 45 by 24 minus 2 by 3 plus 5 by 6 into 2 by 5. ബോഡ്മാസ് റൂൾ പ്രകാരം നമുക്ക് ആദ്യം സോൾവ് ചെയ്യേണ്ടത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ 45 by 24 minus 2 by 3 plus 5 by 6 into 2 by 5. ഇവിടെ എന്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്കിവിടെ സോൾവ് ചെയ്യേണ്ടത്. കാരണം എന്താ, ബോഡ്മാസ് റൂൾ പ്രകാരം അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷന് ശേഷമേ വരത്തുള്ളൂ. സോ ഇതെന്ത് വരും, 45 by 24 minus 2 by 3 plus 5 by 6 into 2 by 5 എന്ന് പറയുന്നത് 2 by 6 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 2 by 6നെ നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് വരും, 45 by 24 minus 2 by 3 plus 1 by 3 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 45 by 24 2 by 3 plus 1 by 3 വേണം നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ. അഡീഷൻ കഴിഞ്ഞിട്ടാണ് സബ്ട്രാക്ഷൻ വരിക. സോ 2 by 3 plus 1 by 3 ചെയ്യുമ്പോൾ നമുക്ക് 3 by 3 വരും. 3 by 3 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. സോ മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 45 by 24 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്, ഒന്നെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അല്ലെങ്കിൽ LCM ഉപയോഗിച്ച് ചെയ്യുക. അതായത് 45 minus 1 into 24 divided by 24 which is equal to 21 by 24 എന്ന് കിട്ടും. ഇത് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ 5 into 1 by 4 divided by 3 by 7 plus 21 by 24 എന്ന് കിട്ടും. ബോഡ്മാസ് റൂൾ പ്രകാരം നെക്സ്റ്റ് നമ്മളിവിടെ എന്ത് സോൾവ് ചെയ്യണം, ഡിവിഷൻ സോൾവ് ചെയ്യണം. അതായത് 1 by 4 divided by 3 by 7 സോൾവ് ചെയ്യണം. നമുക്കറിയാം റാഷണൽ നമ്പേഴ്സിന്റെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ നമുക്ക് 1 by 4 into 3 by 7ന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 7 by 3 which is equal to 7 by 12 എന്ന് എഴുതാം. അതായത് 5 into 7 by 12 plus 21 by 24 എന്ന് എഴുതാം. ഇനി ഇവിടെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ആണുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് സോൾവ് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ സോൾവ് ചെയ്യണം. അതായത് നമുക്ക് 35 by 12 പ്ലസ് 21 by 24 എന്ന് കിട്ടും. ഇനി ഇവിടെ എന്ത് സംഭവിച്ചു, റാഷണൽ നമ്പേഴ്സിന്റെ അഡീഷൻ ആണ്. ഒന്നെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ LCM ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, 70 divided by 24 plus 21 by 24 എന്ന് കിട്ടും which is equal to 91 by 24 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1800 divided by 10 into 12 minus 6 plus 24 minus 12. സോ ബോഡ്മാസ് റൂൾ പ്രകാരം നമ്മളിവിടെ എന്ത് സോൾവ് ചെയ്യണം, ബ്രാക്കറ്റിനുള്ളിൽ ഇത് സോൾവ് ചെയ്യണം. സോ ബ്രാക്കറ്റിനുള്ളിൽ എന്താണ്, 12 minus 6 plus 24 minus 12. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആദ്യം 12 minus 6 ചെയ്യണം, അതേപോലെ തന്നെ 24 minus 12 ചെയ്യണം, എന്നിട്ട് ഹോൾ ചെയ്യണം. അപ്പോൾ 12 minus 6 എന്താണ്, 6 പ്ലസ് 24 minus 12 എന്താണ്, 12. സോ നമ്മുടെ കേളി ബ്രാക്കറ്റിനുള്ളിലെ ഉത്തരം എന്തായിരിക്കും, 18 ആയിരിക്കും. ഇത് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1800 ഡിവൈഡഡ് ബൈ 10 into 18 വരും. സോ ബോഡ്മാസ് റൂൾ പ്രകാരം നമ്മൾ ഇവിടെ അടുത്തതായിട്ട് പെർഫോം ചെയ്യേണ്ടത് ഡിവിഷനാണ്. സോ 1800 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്ന 180 ദാറ്റ് ഈസ് ഇൻറ്റു 18 വിച്ച് ഈസ് ഈക്വൽ ടു 3240. ആൻസർ. Next question. 1 by 2 into minus 2 into 1 plus 2 into 10 into 15 into 3. സോ ബോഡ്മാസ് പ്രകാരം നമ്മൾ ആദ്യം ബ്രാക്കറ്റ് വേണം ചൂസ് ചെയ്യാൻ. സോ ബ്രാക്കറ്റ് എന്ന് പറയുമ്പം ഇതിൽ ഉള്ള ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഒരു കേളി ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ -2, റൗണ്ട് ബ്രാക്കറ്റിൽ 1 by 2 into 10 അത് ക്ലോസ് ചെയ്തു into 50. ഇതാണ് നമ്മുടെ ബ്രാക്കറ്റിൽ ആദ്യം നമുക്ക് സോൾവ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പം ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം, ഇതിലെ സ്മോൾ ബ്രാക്കറ്റ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യണം. അത് ഏതാണ്, -2 into 1 plus 2 ആണ്. 1 plus 2 നമുക്ക് 3 ആണെന്നറിയാം. അത് സോൾവ് ചെയ്തു into 10 into 15. ഇനിയും ഇതിൽ ബ്രാക്കറ്റ് ഉണ്ടല്ലേ, അപ്പോൾ ബ്രാക്കറ്റ് നമ്മൾ സോൾവ് ചെയ്യണം. അതായത് -2 into 3 into 10 അതാണ് ബ്രാക്കറ്റിൽ കിടക്കുന്നത്. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഓപ്പറേഷൻ. സോ നമുക്ക് -2 into 3 -6, -6 into 10 -60, -60 into 15 എന്ന് എഴുതാൻ പറ്റും. ഇതെന്താണ്, -900. സോ ഇത് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ 1 by 2 into
minus 900 into 3. ഓക്കെ, അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. സോ മൾട്ടിപ്ലിക്കേഷൻ വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? -900 into 3 divided by 2 ആണിത്. അതെന്തായിരിക്കും? -450 into 3 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1350. This is the answer. Next question. 1/7 into 1/7 divided by 1/7 plus 1/7. ബോഡ് മാസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് അറിയാം എന്താണ് സോൾവ് ചെയ്യേണ്ടത്. യെസ്, ഡിവിഷൻ ആണ് സോൾവ് ചെയ്യേണ്ടത്. ഡിവിഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണുള്ളത്? 1/7 ഡിവൈഡഡ് ബൈ 1/7. റാഷണൽ നമ്പേഴ്സിന്റെ ഡിവിഷൻ ആണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 1/7നെ 1/7ന്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 7/1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുന്നത്? 1. 1/7 ഡിവൈഡ് ബൈ 1/7 എന്ന് പറഞ്ഞാൽ 1/7നോട് 1/7ന്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 7/7 നമുക്ക് 1 കിട്ടും. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 1/7 ഇൻറ്റു 1/7 ഡിവൈഡഡ് ബൈ 1/7 ആയിരുന്നു 1 കിട്ടിയത്. സോ ഇൻറ്റു 1 പ്ലസ് 1/7. ഇനി ബോഡ് മാസ് പ്രകാരം നമ്മൾ നെക്സ്റ്റ് എന്ത് സോൾവ് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പൊ 1/7 ഇൻറ്റു 1 ആണുള്ളത്. അതെന്താണ്? 1/7. ഫൈനലി പ്ലസ് 1/7. സോ ദ ആൻസർ എന്തായിരിക്കും? 1/7 പ്ലസ് 1/7 which is equal to 2/7. ബോഡ് മാസിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 + 3 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഇവിടെ 3 ബ്രാക്കറ്റ് നമുക്ക് കാണാൻ പറ്റുന്നു. നമുക്ക് ഫസ്റ്റ് അറിയാം ബോഡ് മാസ് റൂൾ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റ് വേണം സോൾവ് ചെയ്യാൻ. സോ അതായത് ഫസ്റ്റ് 3 + 3 എന്താണ്? നമുക്കറിയാം 6 ആണെന്ന്. നെക്സ്റ്റ് ബ്രാക്കറ്റ് എന്താണ്? 3 ഡിവൈഡഡ് ബൈ 3. അതെന്താണെന്നറിയാം? 1 ആണെന്നറിയാം. ഇനി 3 ഇൻറ്റു 3 എന്താണ്? 9 ആണെന്നറിയാം. സോ ഈ ആൻസേഴ്സ് ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 + 3 6 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 3 1 ഇൻറ്റു 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 9 which is equal to 54.